ഹേ ഓൾ, ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കേട്ടോ. അതിനകത്തൊരു ഫ്രേസ്, ഇൻ്റർവ്യൂവർ യൂസ് ചെയ്തൊരു സെൻറ്റൻസ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഓൺലി ഡെഡ് ഫിഷ് ഗോ വിത്ത് ദ ഫ്ലോ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു 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 ഫ്രേസാണത്. ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ എന്താ പരിപാടി, ഇങ്ങനെയൊക്കെ പോകുന്നു, ഗോ വിത്ത് ദ ഫ്ലോ അല്ലേ. അപ്പം ഞാൻ ചിന്തിച്ചു, നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ പോകേണ്ടത്? അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീംസും ഡിസയേഴ്സും നമ്മുടെ ഒരു ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മളാണ് അതിൻ്റെ വഴി കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പാത്ത് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പാത്തിലൂടെ വേണം നമ്മൾ പോകാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വഴിയിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടത്തില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഓഗസ്റ്റ് 8 മാനിഫെസ്റ്റൊക്കെ ചെയ്യുന്ന ഞാൻ കുറേ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പും നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിനെ പറ്റി നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഡേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട്, ഓക്കെ, ഇന്നതാണ് എൻ്റെ ലൈഫ്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിപ്പെടണമെങ്കിൽ എനിക്ക് ഇന്നൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഇത് നമുക്ക് കിട്ടും. സോ ഇതൊന്ന് ട്രൈ നോക്കുക. അതുപോലെ തന്നെ ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളതൊക്കെ മറന്നേക്കുക. നമുക്കുള്ള പാത്ത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ പോവുക. അല്ലാതെ ഡെഡ് ഫിഷ് ആവാതിരിക്കുക.